ഓ ഇന്നെന്താ ഈ ലുക്ക് അല്ലേ? ഇതാണ് റിവേഴ്സ് മേക്കപ്പ് ലുക്ക്. ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യണത്, ആദ്യം ഫൗണ്ടേഷൻ ഇടും. ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മൾ എന്താ കോൺടൂറിങ്, ഹൈലൈറ്റിങ്, ബ്ലഷ് ഇതെല്ലാം അതിന് ശേഷമല്ലേ ചെയ്യുന്നത്. ഈ റിവേഴ്സ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആദ്യം പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യും, എന്നിട്ട് ഫൗണ്ടേഷൻ ഏറ്റവും ലാസ്റ്റ് ഇടും, ഇതിൻ്റെ മേളിൽ ഇട്ടിട്ട് സെറ്റാക്കും. അതാണ് റിവേഴ്സ് മേക്കപ്പ്. ആക്ച്വലി റിവേഴ്സ് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു തമാശ ട്രെൻഡ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിൽ. എന്ന് വെച്ചാൽ എല്ലാം ഓപ്പോസിറ്റ് ചെയ്യും. അപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഫസ്റ്റ് ചെയ്യും. ചിലർ മറ്റേ ഐലാഷസ് ആണ് വെക്കുന്നതെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ഒരു അലകൊല ലുക്ക് ഉണ്ടായിരുന്നേ കുറേ നാൾ മുമ്പ്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ഇറങ്ങിയിരിക്കും, റിവേഴ്സ് മേക്കപ്പ് ലുക്ക് ഫോർ ഗ്ലോവി ആൻഡ് ഡ്യൂവി ലുക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ചെയ്യുമ്പം ഈ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം പുറത്ത് പീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റും ബ്ലഷും എല്ലാം പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ലുക്ക്, അതാണ് റിവേഴ്സ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ കണ്ടു നോക്കൂ. ആദ്യം മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യലും അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു. അത് റിവേഴ്സ് ഒന്നും ചെയ്യണ്ട കേട്ടോ, അത് കറക്റ്റ് പ്രോസസ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയെല്ലാം നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയുമോ, ഇവിടെ എല്ലാം കൺസീൽ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതെല്ലാം അതിന് മുമ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ട്രിക്ക്. ഇന്നൊരു സൂപ്പർ പരിപാടി ഉണ്ടേ. ഇന്നൊരു കിടിലൊരു ഐറ്റത്തിന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെന്നറിയുമോ, ഇതൊരു മൈക്രോ ഫൈബർ സ്പഞ്ചാണ് കേട്ടോ, വെൽവെറ്റ് സ്പഞ്ച്. പ്ലൂം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒട്ടും പ്രോഡക്റ്റും വേസ്റ്റ് ആവത്തില്ല. എന്താ പറയുന്നത്, നല്ല ഫിനിഷും. കുറച്ച് മതി. നല്ല മുമ്പാണെങ്കിൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറച്ച് നേരം എല്ലാം എടുക്കണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി. ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്യാം, എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ വെറ്റ് ചെയ്തിട്ട് വേഗം വരാം. എൻ്റെ ഇവിടെയുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് കൺസീലർ ഇടണേ. നേരിട്ട് കാണണം കേട്ടോ, കിഡിലം ഫിനിഷ്. ഓക്കെ ഫൈൻ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് അറിയാമോ, കോൺടൂറിങ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷന് മുന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന കോൺടൂർ LA ഗേൾ പ്രോകൺസീലിൻ്റെ തന്നെ ഒരു കോൺടൂർ. ഇതാണ് ഡാർക്ക് കൊക്കോ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഡാർക്ക് കൊക്കോ ഭയങ്കര അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആണ്. Next, blush. നെക്സ്റ്റ് ഹൈലൈറ്റർ, അതും സ്റ്റിക്ക് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് maybelline strobing stick. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, അതായത് ഫൗണ്ടേഷൻ. മനസ്സിലായില്ലേ? ജസ്റ്റ് ഓപ്പോസിറ്റ്, ലാസ്റ്റ് ഫൗണ്ടേഷൻ ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ തിക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ കഷ്ടപ്പെട്ടതെല്ലാം അതിൻ്റെ അടിയിൽ പോകും. അപ്പോൾ അത് പെടുത്തേണ്ട ഈ ആ ഗ്ലോയും ആ ചുമന്ന ബ്ലഷും ആ കോൺടൂറിൻ്റെ ആ ചെറിയ ഇതും എല്ലാം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ BB ക്രീം അല്ലെങ്കിൽ ലൈറ്റ് ടിൻറ്റഡ് മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഈ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ, ഞാൻ ഇന്ന് നൈക്കയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. കണ്ട, ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ച് മോയ്സ്ചറൈസർ ആഡ് ചെയ്തിട്ട്
അത് മിക്സ് ചെയ്തിട്ട് ഞാനിടും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാലില്ലേ, ഈ സ്പഞ്ച് ഇട്ട് ഇടുന്ന കാരണം കുറച്ച് പ്രോഡക്റ്റ് മതി, അല്ലെങ്കിൽ ഭയങ്കര കവറേജ് ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതെനിക്ക് ഫ്രീ കിട്ടിയത് എന്തൊക്കെയോ മേടിച്ചപ്പോൾ ഫേസ് ഷോപ്പിൻ്റെ ചിയാ സീഡ് ഹൈഡ്രേറ്റിംഗ് ലോഷൻ, അത് കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും മോയ്സ്ചറൈസർ ഫൗണ്ടേഷനും കൂടെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മതി കേട്ടോ. ഇത് ഒത്തിരി ഇട്ടാലുണ്ടല്ലോ സംഭവം എല്ലാം കയ്യിൽ നിന്ന് പോകും. പിന്നെ എന്തോന്ന് റിവേഴ്സ് മേക്കപ്പ് എന്തോന്ന് എന്താ പറയേണ്ടി വരും. ലൈറ്റ് കണ്ട ആ ഹൈലൈറ്ററും ഒക്കെ അതേപോലെ തെളിഞ്ഞു കാണണം. നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ല ഫുൾ കവർ ചെയ്ത് വെച്ചാൽ. നന്നായിട്ട് ബ്ലെൻഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണ്ട കേട്ടോ. ലൈറ്റ് വേണ്ട, എങ്ങനെ എണീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ആ ഗ്ലോ ഒക്കെ എപ്പോഴും വെളിയിൽ തന്നെ ഇരിക്കണം, അതിനൊന്നും അടച്ചു വെക്കരുതേ. ഇനിയൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കണ്ണൊന്ന് ചെയ്യാം. അത് ഭയങ്കര ലൈറ്റായിട്ട് ചെയ്താലേ ഈ ആ ഒരു ഗ്ലോവി ഡ്യൂവി ലുക്കിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ്. ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രോൺസർ അപ്ലൈ ചെയ്തിട്ട് കുഞ്ഞൊരു ഐലൈനർ ഇട്ട് കൊടുക്കാൻ പോകണം, അത്രേ ഉള്ളൂ. എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ്ട് മേബിലിൻ്റെ മാസ്റ്റർ കോണ്ടൂർ, അതിനകത്തെ കോണ്ടൂർ ഷെയ്ഡാണ് എടുത്ത് യൂസ് ചെയ്യുന്നത്, ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. സെയിം വിത്ത് അതർ ഐസ്. അതിനു മുമ്പ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിട്ട് എനിക്ക് ഈ ക്രീസിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബ്ലാക്ക് ഐ ഷാഡോ, കുഞ്ഞല്ലേ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തു, ഒരു കുഞ്ഞു ഇങ്ങനത്തെ ഒരു പെൻസിൽ ബ്രഷ് എടുത്തു, എന്നിട്ട് ഇതേ ലൈറ്റിങ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ ഇനി വേറെ വല്ലവരോടൊക്കെ അന്വേഷിച്ച് ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആക്കാൻ പഠിക്കണമെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടൊന്നും കറക്റ്റ് ആവാത്ത പോലെ. ചില സമയത്ത് നല്ല ലൈറ്റിംഗ് ആയിട്ട് കിട്ടും. ഇന്ന് ഡേ ലൈറ്റിൻ്റെ ഫ്രണ്ടിലും അല്ല ഞാൻ ഇരിക്കുന്നത്, മീൻസ് സൺലൈറ്റിൻ്റെ ഫ്രണ്ടിലും അല്ല. അതിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു മൊത്തത്തിലൊരു പുകമയ. അത് പോട്ടെ, എന്തായാലും നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് വരച്ചു. ഇനി ഞാനുണ്ടല്ലോ ചെറുതായിട്ട് ഈ പാർട്ടിൽ ഒരു ചെറുതായിട്ടൊരു ഹൈലൈറ്റർ കൊണ്ട് ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഏതെങ്കിലും ഒരു ഹൈലൈറ്റർ ഉണ്ട്, ജസ്റ്റ് വെറുതെ ഒരു ടൈനി ഷിമർ കിട്ടാൻ വേണ്ടിയിട്ട്. ലൈറ്റായിട്ട് മതി കേട്ടോ. ഓക്കെ, ഇനി ഐലൈനർ. അയ്യോ, എൻ്റെ ഐലൈനർ എവിടെയോ പോയിട്ടില്ല കേട്ടോ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നതായിരിക്കും. ആരും പേടിക്കണ്ട, ആരും എങ്ങും പോണ്ട. ഐലൈനർ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ഗ്ലോയി ഡ്യൂയി ലുക്കിനൊക്കെ കുറച്ചൊരു നാച്ചുറൽ ബ്രൗസ് ആണ് കേട്ടോ നല്ലത്, അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഫൈൻലി വരച്ച് വെച്ചേക്കുന്ന ബ്രൗസിനെക്കാട്ടിലും. ഇനി നമുക്ക് ഐലൈനർ. നെക്സ്റ്റ് മസ്കാര. അപ്പോൾ ഞാൻ ഇന്ന് ഈ ലോറിയാലിൻ്റെ ഫോൾസ് ലാഷ് സൂപ്പർ സ്റ്റാർ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിത്ത് പ്രൈമർ, പിന്നെ നമ്മുടെ ബ്ലാക്ക് സൈഡ് എന്ന് വെച്ചാൽ ആദ്യം. അപ്പോൾ എന്താ, കൂടുതൽ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ,
വേണമെങ്കിൽ കണ്ണിനകത്തൊരു ന്യൂഡ് ലൈനർ വരയ്ക്കാം, വേണമെങ്കിൽ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. വെറ്റ് ആൻഡ് വൈൽഡ്. ഇനി വിൽ ഹാവ് ടു കംപ്ലീറ്റ് ദ ലുക്ക്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ലിപ്സ്റ്റിക്. അതൊന്നും റിവേഴ്സ് ഒന്നും അല്ല കേട്ടോ. അതിൽ പക്ഷെ ഇതൊരു തമാശ, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, ഒരു തമാശ പോലെ ഇത് ചെയ്യുന്നുണ്ട് ആൾക്കാർ. എന്ന് വെച്ചാൽ അത് കുറച്ച് മുന്നേ ഉള്ളൊരു ട്രെൻഡായിരുന്നു യൂട്യൂബിൽ, കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. ഇത് പക്ഷേ ശരിക്കും ഒരു സീരിയസ് ആയിട്ട്, ശരിക്കും ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ലുക്ക് പോലെയാണ്, നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പ് ആയിട്ട്. ഞാൻ ശരിക്കും നമ്മുടെ ഒരു ഭയങ്കര ഒരു അടിപൊളി യൂട്യൂബർ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, സ്മിത ദീപക് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഇതിങ്ങനെ തിരിച്ച് നല്ല യൂസ്ഫുൾ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ലിപ്സ്റ്റിക് ആകുമ്പോൾ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇടാം. എൻ്റെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക്സ് ഇല്ല, അതുകൊണ്ട് നമുക്കൊരു ന്യൂഡ് കളർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു ഗ്ലോസ് ഇടാം. ഓക്കെ, ചെറിയൊരു ചേഞ്ച് വരുത്തി കേട്ടോ. ഞാൻ ലിപ്സിന് ഞാൻ ഈ ബോബി ബ്രൗണിൻ്റെ ക്രഷ്ഡ് ലിക്വിഡ് ലിപ്പ് ഇതെടുത്തിട്ട് കേട്ടോ. അതിനൊരു വെറ്റ് ലുക്ക് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴേ ഗ്ലോസി ലുക്ക് എല്ലാം ഇങ്ങനെ നമ്മുടെ ഹൈലൈറ്റും അതെല്ലാം ഇങ്ങനെ പീപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫൗണ്ടേഷനകത്തൂടെ. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും വേണ്ട ഒരു സംഭവം. കാരണം ഗ്ലോയിങ് ഫ്രം ഇൻസൈഡ് എന്നൊക്കെ പറയുന്നില്ലേ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഗ്ലോ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്ലോ ആണ്. കണ്ടോ, ഗ്ലോയിങ് ആൻഡ് ബ്ലഷിങ് ഫ്രം ഇൻസൈഡ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി മുടിയൊക്കെ കിട്ടിയൊരു ഗ്ലാമറിലൊക്കെ വരാം, എന്നാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ നമ്മുടെ ലുക്ക്. അപ്പോൾ ഞാനൊരു പൂഫൊക്കെ വെച്ച് സ്റ്റൈലിഷ് ആക്കി. പിന്നെ ഒരു വലിയ കമ്മല ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഫോൾസീസ് വെച്ചു. എൻസിൽ മാത്രമാണ് കേട്ടോ വെച്ചത്, ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചില്ല. അപ്പോൾ എൻസ് കുറച്ച് വിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻസിൽ മാത്രം കുറച്ച് ഫോൾസീസ് എന്ന് വെച്ചാൽ ഫോൾ സ്ലാഷ് എടുത്ത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് കണ്ട ഈ എൻഡിൽ മാത്രം വെച്ചു. ഓക്കെ, പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവേഴ്സ് മേക്കപ്പ് ലുക്ക്. മിക്സഡ് റിയാക്ഷൻസ് ആയിരിക്കും ഇതിനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കുറച്ചൊരു ഓയിലി പോലെ ഉണ്ടല്ലോ. ചിലർക്ക് ആ ഒരു ഡ്യൂയി ലുക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി അത്ര ഭയങ്കര ഒരു ഫാനല്ല ഈ ലുക്കിൻ്റെ. കാരണം കുറച്ചൊരു ഓയിലി, എൻ്റെ ഫേസ് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഓയിലിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു ഡ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. ഇത് എൻ്റെ അത്ര ഓയിലി അല്ലാത്ത സ്കിന്നുള്ളവർക്ക് കുറച്ച് നല്ലതായിരിക്കും. കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഓയിൽ പീപ്പ് ഔട്ട് ചെയ്ത് ഇങ്ങനെ വരും. ഫൗണ്ടേഷനോ എന്തിട്ട് കെട്ടിപ്പോക്കിയാലും കാര്യമില്ല. ഓക്കെ, എനിക്ക് പൂഫ് ചേരത്തില്ല, അതുകൊണ്ട് ഞാൻ പൂഫ് എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ അടുത്ത അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വരിക ക്വീൻസിലേക്ക്. എല്ലാവരും തിരിച്ചു വരണം കേട്ടോ. അത് മാത്രമല്ല, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ് ആൻഡ് ഇറ്റ്സ് ബൈ ബൈ ഫ്രം ക്വീൻസ് നുക്ക് ഫോർ നൗ. വീണ്ടും കാണാം.